السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن نبينا محمدا عبده ورسوله إمام المتقين وسيد الخلق أجمعين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഏതൊരു ഇബാദത്തും അതിന് തിരക്ക് കൂട്ടുക, മത്സരിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഖുർആനിലെ നിരവധി ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചു കൊള്ളുക, അതിനുവേണ്ടി നിങ്ങൾ ധൃതി കാണിച്ചു കൊള്ളുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, പുണ്യകർമ്മങ്ങളിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്, അതുകൊണ്ട് നിങ്ങൾ റിസ്ക് അന്വേഷിച്ച് നടന്നുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അവിടെ റിസ്ക് അന്വേഷിച്ച് യാത്ര ചെയ്യുക എന്നുള്ള കൽപ്പന, യാത്ര ചെയ്യുക എന്നാണ് ഉദ്ദേശം. പക്ഷെ ഫംശൂ, നടക്കുക എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. പക്ഷെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുംഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, ധൃതിയോടെ നമസ്കരിക്കാൻ പോവുക. അതുപോലെ സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇതിനുവേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. സ്വർഗത്തെ കുറിച്ച് വർണ്ണിച്ചതിന് ശേഷം, സ്വർഗത്തിലെ സുഖങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പോൾ മത്സരിക്കാൻ ഏറ്റവും നല്ലത് ദീനിന്റെ കാര്യങ്ങളാണ്, ഇബാദത്തുകളുടെ കാര്യത്തിലാണ് മത്സരിക്കേണ്ടത്. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകളും ഹദീസുകളും കാണാം. നമസ്കാരമാണ് ദീനിന്റെ അടിസ്ഥാനം. നമുക്കറിയാം, റഅസുൽ അംരി അൽ ഇസ്ലാം വ അമൂദുഹു അസ്സലാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തല നമസ്കാരമാണ്. വ അമൂദുഹു, ആ ദീനിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് അസ്സലാ. അപ്പൊ നന്മയിൽ മുന്നേറുക, മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിന്റെ കാര്യമാണ്. ഈ വിഷയത്തിൽ പ്രത്യേകമായി വന്നിട്ടുള്ള ചില ആയത്തുകളും ഹദീസുകളും അതുപോലെ പണ്ഡിതന്മാരുടെ വാക്കുകളും നമുക്ക് വായിക്കാം. നമസ്കാരത്തിന് ധൃതി കൂട്ടി നേരത്തെ പുറപ്പെടുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം അമ്പിയാക്കളോടുള്ള തശബ്ബുഹാണ്. നബിമാരോട് അനുകരിക്കലാണ് നമസ്കാരത്തിന് ധൃതി കാണിക്കുന്ന ഒരാൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞു, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. എല്ലാ പുണ്യങ്ങൾക്കും അവർ ധൃതി കൂട്ടുമായിരുന്നു. വയദ്ഊനന റഗബൻ വറഹബ, ആഗ്രഹത്തോടെയും ഭയത്തോടെയും നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വകാനു ലനാ ഖാശിഈൻ, അവർ ഖുശൂ ഉള്ളവരായിരുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതി കാണിക്കുമായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുബാദിറൂന ഫീ തഅത്തില്ലാഹ്, പുണ്യകർമ്മങ്ങൾ അവർ നേരത്തെ ചെയ്യും, അത് വൈകിപ്പിക്കുകയില്ല. പുണ്യകർമ്മങ്ങളിൽ ഒന്നാമത്തേത് നമസ്കാരമാണ്. ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, യഫ്അലൂനഹാ ഫീ ഔഖാതിഹിൽ ഫാദില, ഇബാദത്തുകൾ അതിന്റെ ഫളലുള്ള സമയത്ത് അവർ ചെയ്യും, ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ചെയ്യും. നമസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതിന്റെ ഒന്നാമത്തെ വക്താണെന്ന് നമുക്കറിയാം, ഇശാ ഒഴികെ. ഇശാ നമസ്കാരം മാത്രമാണ് വൈകിപ്പിക്കുന്നത് സുന്നത്തായിട്ടുള്ളത്. അൽ വജ്ഹിൽ ലായിഖ് അല്ലദി യൻബഗി, ഏറ്റവും ഉത്തമമായ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ. വലാ യത്റുകൂന ഫളീലതൻ യഖ്ദിറൂന അലൈഹാ ഇല്ലൻ തഹസു അൽ ഫുർസത ഫീഹാ, അവർക്ക് സാധിക്കുന്ന ഒരു ഫളലും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മവും അവർ വൈകിപ്പിക്കുകയില്ല. അപ്പോൾ അമ്പിയാക്കളുടെ സ്വഭാവമാണ് നമസ്കാരത്തിന് ധൃതി കൂട്ടുക എന്നുള്ളത്. നമസ്കാരം എല്ലാ നബിമാർക്കും അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ നന്മയിൽ അവർ മുന്നേറുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരത്തിൽ അവർ മത്സരിക്കുമായിരുന്നു, അത് നേരത്തെ അവർ നിർവഹിക്കുമായിരുന്നു. രണ്ടാമത്തെ ഫളല്, ഫായിദ, നമസ്കാരത്തിന് ധൃതി കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണം, മസ്ജിദുകളിലേക്ക് നേരത്തെ പുറപ്പെടുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഗുണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടും. മസ്ജിദുകളിലേക്ക് നേരത്തെ പുറപ്പെടുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടും. എന്താണ് അതിന്റെ ദലീൽ? നമുക്കറിയാം, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരു അടിമ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് എന്നോട് അടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. അപ്പൊ ഏറ്റവും വലിയ സുന്നത്താണ് നമസ്കാരത്തിന് മസ്ജിദുകളിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. അത് ഫർളാണ്. ജമാഅത്തിൽ പങ്കെടുക്കുന്നത് ഫർളാണ്. അത് നേരത്തെ പുറപ്പെടുക എന്നുള്ളത് സുന്നത്താണ്.
അതുപോലെ തന്നെ പള്ളിയിൽ എത്തിയാൽ സുന്നത്തായ ഇബാദത്തുകൾ നമ്മൾ പലതും ചെയ്യും. ബാങ്ക് കൊടുത്തത് മുതൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതും, ദുആ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള നവാഫിലുകൾ വർദ്ധിക്കാൻ കാരണമാകും. നവാഫിലുകൾ വർദ്ധിച്ചാൽ, സുന്നത്തായ അമലുകൾ വർദ്ധിച്ചാൽ ആ അടിമയെ അള്ളാഹു സ്നേഹിക്കും. ഇതിലും വലിയ ഫലം എന്താണ് വേണ്ടത്? അള്ളാഹു നമ്മെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ ഗൗരവം നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ, ആ സ്ഥാനത്തിന്റെ വലുപ്പം നമ്മൾ അറിഞ്ഞാൽ, അതിന് കാരണമാകുന്ന എല്ലാ പ്രവൃത്തികളിലും നമ്മൾ മത്സരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബ്ബ് എന്ന് പറയുന്നത് വലിയ സ്ഥാനമാണ്. അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടും. മൂന്നാമത്തെ ഫായിദ, നമസ്കാരത്തിന് ധൃതി കൂട്ടുക എന്നുള്ളത് ഇമാറത്തുൽ മസ്ജിദ് എന്ന വകുപ്പിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. എന്താണ് ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ? ഇമാറത്ത് എന്ന് പറഞ്ഞാൽ സജീവമാക്കുക. ഇപ്പൊ ഒരു കട, അതിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് പറയും? ആമിറായ, ദുഃഖാനുൻ ആമിർ എന്ന് നമുക്ക് പറയാം, സജീവമായ ഷോപ്പാണ്. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും അത് സജീവമാണ്. നല്ല കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് വന്നും പോയി മരിക്കുന്ന ഒരു വീട് ബൈത്തുൻ ആമിർ എന്ന് പറയും, സജീവമായ വീട്, കുറെ മക്കളും അതുപോലെ തന്നെ കുടുംബക്കാരും ഒക്കെ വരുന്ന വീട്. അപ്പൊ പള്ളികൾ അതുപോലെ സജീവമാക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, മസ്ജിദുകൾ സജീവമാക്കുന്ന ആളുകൾ ആരാണ്? മസ്ജിദുകൾ സജീവമാക്കുക എന്ന് പറഞ്ഞാൽ വീട് സജീവമാക്കുന്ന പോലെയോ കല്യാണ പന്തൽ സജീവമാക്കുന്ന പോലെയല്ല. കുറെ ആള് കൂടി ബഹളം ഉണ്ടായതുകൊണ്ട് സജീവമായതായി അള്ളാഹു പരിഗണിക്കൂല. ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം മക്കയിലെ മുശ്രിക്കുകളായിരുന്നു കാബയുടെ പരിപാലനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നബിയായി വരുന്ന സമയത്ത് കാബയുടെ പരിപാലനം, അവിടെ ഇബാദത്തുകൾ ചെയ്യുന്നത്, കാബ സജീവമാക്കുന്നത് മുശ്രിക്കുകളാണ്. എണ്ണപ്പെട്ട വിരലുകൊണ്ട് എണ്ണാവുന്ന അടിമകളും സാധുക്കളുമായ കുറച്ച് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ട്. അപ്പൊ അവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു മുശ്രിക്കുകൾക്ക്. ഞങ്ങളാണ് ഇവിടുത്തെ പള്ളി കമ്മിറ്റി, ഇവര് മിസ്കിന്മാരാണ്, അവർക്ക് നമസ്കരിക്കാൻ ഈ മുശ്രിക്കുകളെ പേടിച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ. ചിലപ്പോൾ നമസ്കരിക്കുന്ന ആളുകൾ അവരടിക്കും, ഉപദ്രവിക്കും. അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പൊ അള്ളാഹു തആല പറയുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി, അള്ളാഹുവിന്റെ മസ്ജിദുകളുടെ യഥാർത്ഥ അവകാശികൾ, ആ മസ്ജിദ് സജീവമാക്കുന്നത്. ഇവിടെ മുശ്രിക്കുകളുടെ ഒച്ചപ്പാടുകളല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അവരാണ് തവാഫ് ചെയ്യുന്നത് കൂടുതൽ, അവരാണ് അവിടെ എണ്ണം കൂടുതൽ, അവർക്കാണ് അംഗസംഖ്യ. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ് സ്വലാത്ത വ ആതസ് സകാത്ത. അവിടെ വരുന്ന ഈ 5 or 6 സ്വഹാബിമാര് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുള്ള, തൗഹീദുള്ള, നമസ്കാരം നിലനിർത്തുന്ന, അതുപോലെ തന്നെ സകാത്ത് നൽകുന്ന, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരെയും പേടിക്കാത്ത ഈ മുവഹ്ഹിദീങ്ങളായ, തവക്കുലുള്ള, സ്വാലിഹീങ്ങളായ സഹാബത്ത്, അവർ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ കൊണ്ടാണ് ഈ മസ്ജിദുൽ ഹറാം സജീവമാകുന്നത്. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നതാണ്, നന്മകൾക്കുള്ള തൗഫീഖ് നൽകും. അവർ ചെയ്യുന്ന ഈ അമലുകളിൽ അല്ലാഹു അവർക്ക് ഉറപ്പ് നൽകും. അവസാനം അവരെ സ്വർഗ്ഗത്തിൽ അല്ലാഹു എത്തിക്കും. അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്തിന് 4 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു നൽകിയ പ്രകൃതിപരമായ ഹിദായത്ത്. ഒരു ജന്തു അത് ജനിച്ചു വീഴുമ്പോൾ ഉമ്മയുടെ, അതിന്റെ തള്ളയുടെ അകിടിൽ നിന്ന് പാല് കുടിക്കാം എന്നുള്ള ചിന്ത, അതാണ് ഒന്നാമത്തെ ഹിദായത്ത്. അത് അല്ലാഹു മനുഷ്യനും എല്ലാ സൃഷ്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. അവനവന്റെ അവയവങ്ങളൊക്കെ എവിടെയാണ്, എന്താണ് എന്നൊക്കെയുള്ള ബോധം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഹിദായത്തു ദിലാല, ഇന്ന കാര്യം ഹൈറാണ്, ഇത് ഷർറാണ് എന്നുള്ള ഹിദായത്ത്. അതും അല്ലാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നബിമാരെ പറഞ്ഞയച്ചുകൊണ്ട് എല്ലാ മുസ്ലിമിനും കാഫിറിനും ഒക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വഅമ്മാ സമൂദു ഫഹദൈനാഹും, സമൂദ് ഗോത്രത്തിന് ഞാൻ ഹിദായത്തിലാക്കി എന്നുള്ള പറഞ്ഞിട്ട്. എന്ത് ഹിദായത്താണ്? അവർക്ക് ഇന്നത് ഇസ്ലാമാണ്, ഇന്നത് കുഫറാണ്, ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തു. ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, പക്ഷെ ആ ഹിദായത്ത് അതിനേക്കാൾ വഴികേടിനെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഹിദായത്ത് എല്ലാവർക്കും ഉള്ളതാണ്. മൂന്നാമത്തേത് ഹിദായത്ത് തൗഫീഖ്, അല്ലാഹു ആ നന്മ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണം. അത് മുഅ്മിനീങ്ങൾക്ക് ഖാസായിട്ടുള്ളതാണ്. നാലാമത്തേത് സ്വർഗത്തിലേക്കുള്ള ഹിദായത്ത്, മഹ്ശറിൽ എല്ലാവരും കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു കാണിച്ചു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. സ്വർഗത്തിൽ അവനവന്റെ വീട് എവിടെയാണ് എന്ന് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. അതാണ് അവസാനത്തെ ഹിദായത്ത്. അപ്പൊ ഈ വക ഹിദായത്തുകളെല്ലാം അല്ലാഹു കൊടുക്കുന്നത് ആർക്കാണ്? മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അപ്പൊ നമസ്കാരത്തിന് നേരത്തെ പുറപ്പെടുന്ന ഒരാൾ, അവൻ പള്ളികൾ സജീവമാക്കുന്നയാളാണ്. പള്ളികൾ സജീവമാക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹു പുകഴ്ത്തിയിട്ടുണ്ട്, അവർക്ക് ഹിദായത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാൻ അർഹരാണ് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നവർ. നാലാമത്തെ ഫായിദ, പുണ്യകർമ്മങ്ങൾക്ക് ധൃതി കൂട്ടുന്നവരാണ് മസ്ജിദുകളിലേക്ക് നേരത്തെ പുറപ്പെടുന്നവർ. പല പുണ്യങ്ങളും പല സ്വാലിഹായ അമലുകളും അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് അല്ലാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആയത്തുകൾ, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ഇങ്ങനെ 2 രൂപത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ധൃതി കാണിക്കുക, പരസ്പരം മത്സരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എപ്പോഴെങ്കിലും മത്സരിച്ചിട്ടുണ്ടാകുമോ? ഇബാദത്തിന്റെ കാര്യത്തിൽ ഇന്ന ആള് എന്നെക്കാൾ മുമ്പിലൂടെ എത്തുന്നുണ്ട്,
എന്റെ മുമ്പ് എനിക്ക് എത്തണം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സദക്കയുടെ കാര്യത്തിൽ ഇന്ന ആള് എന്നെക്കാൾ കൊടുത്തു, എനിക്ക് അതിനേക്കാൾ കൊടുക്കണം. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ടാവും. മത്സരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ മടികൊണ്ട് നമ്മൾ മത്സരിച്ചിട്ടുണ്ടാവില്ല, മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അവനേക്കാൾ നന്നാകണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ഇബാദത്തിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈമാനിൽ കുറവാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇലാ അദാഇൽ ഫറാഇദ്, ഫർളുകൾ വീട്ടുന്ന കാര്യത്തിൽ മത്സരിക്കുക. നമ്മൾ മത്സരിക്കുക എന്ന് കേൾക്കുമ്പോൾ നല്ല ഈമാനുള്ള ആളുകൾ എന്താണ് മനസ്സിലാക്കുക? സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാണ് നേരെ നമ്മുടെ ചിന്ത പോവുക. അതല്ല, ഒന്നാമത് മത്സരിക്കേണ്ടത് ഫർളുകളുടെ കാര്യത്തിലാണ്. ഫർളുകൾ പൂർണ്ണതയോടെ ചെയ്യുന്ന കാര്യത്തിലാണ് ഒന്നാമത് മത്സരിക്കേണ്ടത്. ഇബാദത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് തഹജ്ജുദ് കൂടുതൽ നമസ്കരിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കണം. അതിനു മുമ്പ് എന്ത് ചിന്തിക്കണം? അടുത്ത ഫർള് നമസ്കാരം ഒന്നാമതെത്തി ഏറ്റവും കൂടുതൽ ഖുശൂഅോടെ ജമാഅത്തായി നമസ്കരിക്കണം. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഏത് സുന്നത്തും അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ്ഹാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇലാ അദാഇൽ ഫറാഇദ്, നിങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഫർളുകൾ വീട്ടുന്ന കാര്യത്തിൽ മത്സരിക്കുക. അതാണ് ഒന്നാമത്തേത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി ഈ ആയത്ത് വിശദീകരിച്ച സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ കൊടുത്തിട്ടുണ്ട്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്നതിന്റെ തഫ്സീറായിട്ട് ഇലാ തക്ബീറത്തിൽ ഇഹ്റാമി മഅൽ ഇമാം, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ